ഇന്ത്യയിൽ ഇലക്ട്രിക് ട്രെയിൻ ഓടിത്തുടങ്ങിയതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് വന്ദേ ഭാരത് ട്രെയിനിന്റെ ചിത്രം ആലേഖനം ചെയ്ത എത്ര രൂപയുടെ വെള്ളി നാണയമാണ് പുറത്തിറക്കിയത്? 100 രൂപയുടെ. സൈനിക ആവശ്യങ്ങൾക്കായി 2025-ൽ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 5. ഒന്നാം സ്ഥാനത്ത് USA ആണ്. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് രോഹിത് ജെയിൻ. റഷ്യയിൽ നടന്ന 48ാമത് മോസ്കോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ മലയാള ചിത്രം മോഹം. സംവിധാനം ഫാസിൽ റസാഖ്. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി ആയി പ്രഖ്യാപിച്ചത് സിക്കിം. വർഷത്തിലൊരിക്കൽ മാത്രം നട തുറക്കുന്ന മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തിലെ ചിത്രപൗർണമി ഉത്സവം ഏതൊക്കെ സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ചാണ് നടത്തുന്നത്? കേരളം, തമിഴ്നാട്. പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായി നിയമിതനായത് KC വേണുഗോപാൽ. ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ദേശീയ പതാക അടുത്തിടെ സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത് ആൻഡമാൻ നിക്കോബാർ. ഭുവനേശ്വറിൽ നടക്കുന്ന ദേശീയ പോൾ വാൾട്ട് മത്സരത്തിൽ 5.41 മീറ്റർ ചാടിക്കടന്ന് ചരിത്രം കുറിച്ച താരം കുൽദീപ് കുമാർ. 2026 മെയ്യിൽ വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ദൃഷ്ടി. നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമായി കേന്ദ്ര സർക്കാർ നിയമിച്ചത് ജോറം അനിയ R ബാലസുബ്രഹ്മണ്യം. ആരോഗ്യം, വിദ്യാഭ്യാസം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണത്തിൽ 1ാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനം ത്രിപുര. മനോരമ ബുക്സ് പ്രദർശിപ്പിക്കുന്ന മലയാളി മെമ്മോറിയൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പ്രശാന്ത് നായർ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ ജൂലൈ 1 മുതൽ നടപ്പിലാക്കാനൊരുങ്ങുന്ന പദ്ധതി VBG റാം. ദി ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ സംഘടന വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ പ്രശസ്ത ദേശാടന ശലഭം മൊണാർക്ക് ശലഭ. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 34-ൽ നിന്ന് എത്രയായി ഉയർത്താനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്? 37. ഇംഗ്ലീഷ് വനിതാ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 35ഓളം ഇനം നൃത്തരൂപങ്ങൾ ഒരേ വേദിയിൽ അവതരിപ്പിച്ച് ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ നൃത്തപ്രകടനം നാട്യ. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനായത് N രംഗസ്വാമി. 2025-ലെ ഇന്ത്യയിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയ പഞ്ചായത്ത് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത്, ആലപ്പുഴ. 30 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഒറ്റത്തൂൺ തൂക്കുപാലം ദാൻജിയാങ് പാലം. മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അടുത്തിടെ ആരംഭിച്ച പ്ലാറ്റ്ഫോം ജനനി. ചികിത്സയ്ക്കും വിശ്രമത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് അഭയം നൽകാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതി അൻപ് വീട്. 2026 മെയ്യിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം സുകോനോ അഗ്നിപർവ്വതം. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുജനങ്ങൾക്ക് തൽക്ഷണം മുന്നറിയിപ്പ് നൽകുന്നതിനായി രാജ്യത്തുടനീളം ആരംഭിച്ച മൊബൈൽ അധിഷ്ഠിത ദുരന്ത ആശയവിനിമയ സംവിധാനം സെൽഫ് ബ്രോഡ്കാസ്റ്റ് അലേർട്ട് സിസ്റ്റം. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ പുതിയതായി നിലവിൽ വരുന്ന 5 ജില്ലകൾ ദ്രാസ്, ഷാം, നുബ്ര, ചാങ്താങ്, സാൻസ്കർ. 2026 ഏപ്രിലിൽ ഏകദേശം 12,000 വർഷം പഴക്കമുള്ള സമുദ്രജീവികളുടെ ഫോസിൽ കണ്ടെത്തിയ തൂത്തുക്കുടിയിലെ പ്രദേശം പനയൂർ. ദേശീയ ജൂനിയർ അണ്ടർ 20 അത്ലറ്റിക്സിൽ പുരുഷ വിഭാഗം 400 മീറ്ററിൽ ദേശീയ റെക്കോർഡോടെ സ്വർണം നേടിയ മലയാളി താരം മുഹമ്മദ് അഷ്ഫഖ്. വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനം ശൂന്യ. കേരളത്തിൽ കടുത്ത വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച പ്രധാന കരുതൽ നടപടി അറിയപ്പെടുന്നത് സെൽഫ് ലോക്ക്ഡൗൺ. 2026-ലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹത നേടിയത് R രാജശ്രീ. 2026-ൽ നടക്കുന്ന 52ാമത് G7 ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ്.
ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിലെ ആദ്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം-1. ഛത്തീസ്ഗഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനായി രൂപീകരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ രഞ്ജന പ്രകാശ് ദേശായി. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണായി രണ്ടാം തവണയും നിയമിതനായത് രഞ്ജന പ്രകാശ് ദേശായി. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം അമരാവതി. മനുഷ്യർ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ബഹിരാകാശ ദൗത്യം ആർട്ടിമിസ് 2. ലോകത്തിലെ ഏറ്റവും വലിയ നാളികേര ഉൽപാദക രാജ്യമായി മാറിയത് ഇന്ത്യ. 2026 ഏപ്രിലിൽ അന്തരിച്ച രഘുറായ് ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഫോട്ടോഗ്രാഫർ. ആധുനികതയുടെ ദൃശ്യരേഖ എന്നാണ് റായിയുടെ ഫോട്ടോകൾ അറിയപ്പെടുന്നത്. 1972 പത്മശ്രീ ലഭിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM ആരംഭിച്ച സ്ഥാപനം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി ശിക്ഷ ലഘൂകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പാസാക്കിയ ബിൽ ജൻ വിശ്വാസ് ബിൽ. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയ തെക്കേ അമേരിക്കൻ രാജ്യം അർജന്റീന. 2026 ഏപ്രിലിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ മൂന്നാമത്തെ അരിഹന്ത് ക്ലാസ് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഏതാണ്? INS അരിതാൻ. തകഴി മെമ്മോറിയൽ ഫൗണ്ടേഷൻ നൽകുന്ന തകഴി സ്മാരക പുരസ്കാരത്തിന് അർഹനായ മുൻ ഗോവ ഗവർണർ PS ശ്രീധരപിള്ള. ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരത്തിന് അർഹയായത് ജിൻഷ ഗംഗ. മുതിർന്ന പൗരന്മാരുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി സല്ലാപം പദ്ധതി. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ സൗജന്യ മെൻസ്ട്രൽ കപ്പ് വിതരണ പദ്ധതി തിങ്കൾ. കാലാവസ്ഥാ വ്യതിയാനത്തിനു അനുസൃതമായ രീതി അവലംബിച്ച് കർഷക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷിവകുപ്പ് രൂപം നൽകിയ പദ്ധതി കേര. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ പദ്ധതി റേഡിയോ നെല്ലിക്ക. നഗരത്തിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും സുരക്ഷിത താവളം ഒരുക്കുന്നതിനായി കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ഗ്രീൻ സേഫ്. പ്രാദേശിക തലത്തിൽ സഹകരണ സംഘങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികളുടെ വിജയസാധ്യത പരിശോധിക്കാൻ സഹകരണ വകുപ്പ് ഒരുക്കുന്ന പ്രത്യേക സംവിധാനം പ്രൊജക്ട് ക്രഷ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവറില്ല ബോട്ട് ടാക്സി സംവിധാനം ആരംഭിച്ചത് മുംബൈ. 2026 നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ജപ്പാൻ. തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൽ കേരളത്തിൽ മഴ കുറയുന്നതിന് കാരണമായ കാലാവസ്ഥാ പ്രതിഭാസം എൽനിനോ. നിലവിലെ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് 5.25%. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1500 വർഷം പഴക്കമുള്ള T ആകൃതിയിലുള്ള ജലസംഭരണി കണ്ടെത്തിയത് എലിഫന്റ് ദ്വീപ്, മുംബൈ. 2026 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഗായിക ആശാ ഭോസ്ലെ. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പാർട്ട് ടൈം ചെയർമാനായി നിയമിതനായത് കൃഷ്ണകുമാർ. മലപ്പുറം കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലെ പുൽമേട്ടിൽ നിന്നും കണ്ടെത്തിയ സുഗന്ധവ്യഞ്ജന കുടുംബത്തിൽപ്പെട്ട പുതിയ ഇനം സസ്യം പിംപിനെല്ല പിഗ്മിയ. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. കടൽ വെള്ളത്തിൽ നിന്നും കുടിവെള്ളവും വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ ഓഷ്യൻ തെർമൽ എനർജി കൺസർവേഷൻ പ്ലാന്റ് നിലവിൽ വരുന്നത് ലക്ഷദ്വീപിൽ. 2026 മാർച്ചിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. 86% സ്കൂളുകളെയും പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മേഘാലയ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് US ബോംബിട്ട ഇറാന്റെ കിരീടത്തിലെ രത്നം എന്നറിയപ്പെടുന്ന ദ്വീപ് ഖാർഗ് ദ്വീപ്. ഇന്ത്യയിലെ പരിഹാര കമ്മീഷനുകളുടെ ശേഷി വിലയിരുത്തൽ എന്ന വിഷയത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ നടത്തിയ ഉപഭോക്തൃ നീതി റാങ്കിങ്ങിൽ 2026 പ്രകാരം കേരളത്തിന്റെ സ്ഥാനം 12. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ പ്രോട്ടോ ടൈപ്പ് ഫാസ്റ്റ് ബ്രീഡ് റിയാക്ടർ കൽപ്പാക്കം, തമിഴ്നാട്. 2026 9ാമത് ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനം നടക്കുന്നത് മൗറീഷ്യസ്. നിതീഷ് കുമാർ രാജിവെച്ചതിനെ തുടർന്ന് ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് സമ്രാട് ചൗധരി. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി മൃതസഞ്ജീവനി. ജീവിതശൈലീ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അമൃതം ആരോഗ്യം.
നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം നൽകിയ പദ്ധതി ശലഭം.